അമേരിക്ക ഇങ്ങനെ വഴുക്കി വഴുക്കി കളിക്കുന്നത്? ഇന്ന് പറയുന്ന ഒന്ന്, നാളെ പറയുന്നത് മറ്റൊന്ന്. ഇപ്പോൾ ട്രംപിന്റെ വഷള വർത്തമാനങ്ങളെ മാറ്റി നിർത്തിയാൽ അമേരിക്ക എന്ന ഒരു രാജ്യത്തിന് ഒരു പൊസിഷനിങ് ഉണ്ടാവുമല്ലോ. അതിൽ അവർക്ക് നിൽക്കാൻ കഴിയാത്തതിന്റെ ഒരു പ്രശ്നം എന്തായിരിക്കും? അതായത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ എഗ്രിമെന്റ്, ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കഴിഞ്ഞ ജൂൺ ആദ്യത്തില് ഒപ്പുവെച്ച ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അത് ഇറാൻ ലംഘിക്കുന്നു, ഇറാൻ അതിനെ വയലേറ്റ് ചെയ്യുന്നു എന്ന ഒരു പോയിന്റ് ആണ് ഇപ്പോ ഈ ആക്രമണങ്ങൾക്ക് കാരണമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ 3 കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു. അത് ഈ MOUവിന്റെ വയലേഷൻ ആണ്, അതുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കുന്നു എന്നാണ് ഇതിന് ന്യായം പറയുന്നത്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ MOUവിന്റെ ഒരൊറ്റ വ്യവസ്ഥ പോലും അമേരിക്ക പാലിച്ചു തുടങ്ങിയിട്ടില്ല എന്നതാണ് അതിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു വശം. എന്ന് പറഞ്ഞാൽ എല്ലാത്തരം ആക്രമണങ്ങളും ഇതിന്റെ ഭാഗമായി നിർത്തിവെക്കാം, ഇൻക്ലൂഡിംഗ് ലബനാനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കാം എന്നതായിരുന്നു ഈ MOUവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. എന്ന് മാത്രമല്ല, ഇറാൻ ഏറ്റവും അധികം കടുംപിടുത്തം പിടിച്ചിരുന്നത് ആ ഒരു വിഷയത്തിലാണ്. അതുകൊണ്ടാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇത്ര വൈകിയത്, ഈ ധാരണാപത്രം ഇത്ര വൈകിയത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ഇതിന്റെ ഭാഗമല്ല, അമേരിക്കയുടെ ഡിക്റ്റേഷൻ ഈ വിഷയത്തിൽ ഞങ്ങൾ പാലിക്കില്ല എന്ന് തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഈ MOU ഒപ്പുവെച്ചതിന് ശേഷവും അതേ വാദം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇസ്രായേൽ പോകുന്നു. നിരന്തരമായി ലബനാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഗസയിലേതുപോലെ തന്നെ. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മാത്രം വെടിനിർത്തുക, മറ്റേ പാർട്ടി വെടിനിർത്തുക എന്നതല്ലാതെ തങ്ങൾ വെടിനിർത്തുക എന്നത് ഇസ്രായേലിന്റെ അജണ്ടയിൽ ഇല്ലാത്തൊരു സംഗതിയാണ്. അതോടൊപ്പം തന്നെയാണ് അമേരിക്ക തന്നെ പാലിക്കേണ്ട മറ്റ് വ്യവസ്ഥകൾ. ഉദാഹരണത്തിന് ഇറാന് കൊടുക്കേണ്ട ഫ്രോസൺ അസറ്റുകൾ തിരിച്ചു കൊടുക്കേണ്ട ആ സംഗതികൾ, അതുപോലെ തന്നെ ഇറാന്റെ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധം നീക്കേണ്ട നടപടികൾ. ഇത്തരം നടപടികളിൽ ഒന്നും തന്നെ കാര്യമായ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. ഒരേ ഒരു പോയിന്റ് അമേരിക്ക സ്റ്റിക്ക് ചെയ്തത് 60 ദിവസം കൊണ്ട്, അതായത് ഫൈനൽ ചർച്ചകൾ ഒരു അന്തിമമായ കരാറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട ഒരു സമയം കൊടുത്തത് 60 ദിവസമാണ്. ആ 60 ദിവസത്തിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും സ്വതന്ത്രമായിട്ടുള്ള ഷിപ്പിംഗ് മൂവ്മെന്റിന് തുറന്നു കിടക്കണം, കപ്പലുകൾ അതിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കണം എന്ന ഒരൊറ്റ വ്യവസ്ഥയിലാണ് അമേരിക്ക ഊന്നുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നേരെയുള്ള ചെറിയ ചെറിയ ഇത്തരം തടസ്സങ്ങൾ പോലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ കരാറിന്റെ ലംഘനമായി അവർ വ്യാഖ്യാനിക്കുകയും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള, അതോടൊപ്പം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ലംഘനങ്ങളെ നിസ്സാരമായി കാണുകയും ചെയ്യുന്നു എന്നിടത്താണ് ഈ പ്രശ്നം ഇപ്പോ ഇത്ര വഷളായിരിക്കുന്നത്. നോക്കൂ, നമ്മള് ഈ ഹോർമുസ് കടലിടുക്കിന്റെ അതിനെ ഇറാൻ നിയന്ത്രിക്കുന്നത്, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ഏത് തരത്തിലുള്ള ആ മേഖലയിലുള്ള നിയന്ത്രണവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ അസഹനീയമായ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം തെക്കൻ ഭാഗത്ത്, അതായത് ഈ ഹോർമുസ് കടലിടുക്കിന്റെ തെക്ക് ഭാഗത്ത് ഒമാനുമായി ചേർന്നുകൊണ്ട് ഒരു കോറിഡോർ ഉണ്ടാക്കുന്നതിന് വേണ്ടി അമേരിക്ക കാര്യമായി പരിശ്രമിക്കുകയും ആ ഭാഗത്തുകൂടി കപ്പലുകളെ സഞ്ചരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു നടപടിക്ക് അമേരിക്ക മുതിർന്നിരുന്നു. പക്ഷേ അതിനെ ശക്തമായി ഇറാൻ എതിർക്കുകയും തങ്ങളുടെ ടേംസ് അനുസരിച്ച് മാത്രം, തങ്ങൾ അനുവദിക്കുന്ന കപ്പലുകൾക്ക് മാത്രം ഹോർമുസിലൂടെ കടന്നു പോകാൻ അനുവാദം നൽകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വേണമെന്ന് ഇറാൻ വാദിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് ഈ 3 കപ്പലുകളുടെ, അതിൽ ഗൾഫ് രാജ്യങ്ങളുടെ കപ്പലുണ്ട്, അതുപോലെ ലൈബീരിയൻ പതാക വഹിച്ച ഒരു കപ്പലുണ്ട്. ഈ കപ്പലുകൾ അതിലൂടെ കടന്നു പോകുന്നത്, അതിനെയാണ് ഇറാൻ ആക്രമിച്ചതായി ഇപ്പൊ പറയപ്പെടുന്നത്. പക്ഷെ ഇറാൻ പോലും അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ കൺഫേം ചെയ്തിട്ടില്ല. തങ്ങൾ തന്നെയാണ് ആക്രമിച്ചതെന്ന് കൺഫേം ചെയ്തിട്ടില്ല. ഇനി ഓക്കെ, ഇറാൻ തന്നെയാണ് അത് ആക്രമിച്ചതെന്ന് വെക്കുക. പക്ഷെ എങ്കിൽ പോലും ഇറാൻ ആക്രമിച്ചതിന് ഈ MOUവിന്റെ മറ്റ് ടേംസിൽ വരുമ്പോ അതുകൂടി ഇതിന്റെ ഭാഗമാണ്. അതായത് ഈ കരാറിന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ, അതിന്റെ എന്തുകൊണ്ട് ആ ലംഘനങ്ങൾ നടക്കുന്നു എന്ന ഭാഗങ്ങളൊക്കെ ചർച്ചയിലൂടെ തന്നെ വരേണ്ടതാണ്, ഈ മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ തന്നെ വരേണ്ടതാണ്. അതുകൊണ്ടാണ് ഖത്തർ പോലുള്ള രാജ്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത് മിലിറ്ററി സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും മിലിറ്ററി ഓപ്ഷൻ, കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിലിറ്ററി ഓപ്ഷൻ കംപ്ലീറ്റ് ഫെയിലിയർ ആണ് എന്നത് തെളിയിക്കപ്പെട്ടതാണ്. ഒരു മിലിറ്ററി ഓപ്ഷനിലൂടെ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല എന്ന് പൂർണ്ണമായും തെളിയിക്കപ്പെട്ടതാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നിട്ടുള്ള
റെജീം ചേഞ്ച്, അതുപോലെ തന്നെ ഇറാനിലെ ഭരണമാറ്റത്തിനോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന ഇതെല്ലാം സൈനികമായ അധിനിവേശത്തിലൂടെ, സൈനികമായ നീക്കത്തിലൂടെ കുർദുകളെ ഉപയോഗിച്ച് നടത്താൻ ശ്രമിച്ചതും അങ്ങനെ ധാരാളം അത്തരം നടപടികളൊക്കെ തന്നെ പരാജയപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോ അത് പരാജയപ്പെട്ട സ്ഥിതിക്ക് ഏത് തരത്തിലുള്ള ലംഘനങ്ങൾ ഉണ്ടായാലും അത് സംഭാഷണങ്ങളിലൂടെ തന്നെ പരിഹരിക്കണം എന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെ, ഖത്തർ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ ആ വാദങ്ങളെ പരിപൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും ഒരു മിലിറ്ററി കോൺഫ്രണ്ടേഷനിലേക്ക് പോയതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. അപ്പൊ നമ്മൾ സ്വാഭാവികമായും ഇതിന്റെ ഒരു ഗതി ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന, അമേരിക്ക ആദ്യം ഈ 3 കപ്പലുകൾ ഇറാൻ ആക്രമിക്കുന്നു. ആ കപ്പലുകൾ ആക്രമിച്ചതിന് പകരമായി അമേരിക്ക 85 കേന്ദ്രങ്ങളിൽ ഇറാനിൽ ബോംബിടുന്നു. തിരിച്ച് ഇറാൻ വീണ്ടും ഒരു 80-ലധികം അമേരിക്കയുടെ ഇൻസ്റ്റലേഷൻസ് ബഹ്റൈനും കുവൈറ്റും അടക്കം മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, ഇന്ന് രാവിലെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തുന്നു. വീണ്ടും അമേരിക്ക തിരിച്ച് ഇറാന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും, അതുപോലെ മഷാർ ഐലൻഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ബോംബിടുന്നു സ്വാഭാവികമായിട്ടും. എന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന വാദങ്ങളൊക്കെ തന്നെ പരസ്പര വിരുദ്ധമാണ്. അതായത് ഒരു ഭാഗത്ത് പറയുന്നു ഇത് നീണ്ട ഒരു യുദ്ധമായിരിക്കും, ഇത് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. അടുത്ത് പറയുന്നു ഇത് ഇറാന് ബാഡ്ലി ദേ നീഡ് എ ഡീൽ, അവർക്ക് വീണ്ടും ഒരു ഡീല് വേണം എന്ന് പറയുന്നു. ഒരു ഭാഗത്ത് പറയുന്നു ചർച്ച മുഴുവൻ ഓവറാണ്, താൻ വിശ്വസിക്കുന്നു ഐ തിങ്ക് ഇറ്റ്സ് ഓവർ എന്ന് പറയുന്നു. പക്ഷേ മറുഭാഗത്ത് പറയുന്നു തന്റെ നെഗോഷിയേറ്റേഴ്സ് വീണ്ടും ചർച്ചയ്ക്ക് ശ്രമിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ ഇതിന്റെ പിന്നിൽ വാസ്തവത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പിടുത്തമില്ലാത്ത, കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ നയത്തെയാണ്. അമേരിക്കയുടെ ഈ ഇറാൻ നയത്തിലെ ഒരു ആശയക്കുഴപ്പം പ്രകടമാകുന്ന ഒരു സന്ദർഭം കൂടിയായിട്ടാണ് താജ് അതിനെ കാണുന്നത്. മോഹൻ വർഗീസ്, അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഡീൽ ചെയ്യുന്ന രാജ്യം